വരത്തുള്ളൂ. പൊതുവെ സ്ട്രെച്ച് മാർക്ക് അങ്ങനെ ഫേസിലധികം വരാറില്ല. കാരണം വല്ല റിങ്കിൾസ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ചുളിവുകളോ ലൈൻസ് അങ്ങനെയൊക്കെ വരുന്നു, അല്ലാതെ സ്ട്രെച്ച് മാർക്കായിട്ട് ഫേസിൽ അധികം വരാറില്ല. എന്നാലും വലിയ രീതിയിൽ വണ്ണം വെച്ചിരിക്കുന്ന ആൾക്കാര് കുറഞ്ഞ സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്, അതെന്തോ നല്ല വണ്ണമുള്ള ആൾക്കാർ. അതിന് നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ വെയിറ്റിന്റെ വേരിയേഷൻസ് പാടില്ല. അതായത് നമ്മളിപ്പോൾ ഒരു 75 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണ്. അപ്പം ഒരു 75 കിലോ വെയിറ്റ് ഉള്ള ഒരാൾ ഒരു 5-6 മാസം കൊണ്ട് 80 കിലോ 85 കിലോ എന്നൊക്കെ പറഞ്ഞു വെച്ച് ഇങ്ങനെ കൂടി പോകുന്നു. ഒരു കൊല്ലം കൊണ്ടൊക്കെ 10-20 കിലോ ഒക്കെ കൂടുക എന്ന് പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി കുറയും, സ്ട്രെച്ച് മാർക്കുകൾ ഉണ്ടാകും. അത് കഴിഞ്ഞേച്ച് നമുക്ക് സഡൻ ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ ഒരു 100 കിലോ ഉള്ളത് എനിക്കൊരു 80 കിലോയിലേക്ക് വരണം എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു 2-3 മാസം കൊണ്ട് ഒരു ക്രാഷ് കോഴ്സ് ഒക്കെ ചെയ്ത് സഡൻ ആയിട്ട് ഒതുങ്ങുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകളിലും ഈ സ്ട്രെച്ച് മാർക്ക് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ഹെൽത്തി ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ല ഇവിടുത്തെ വിഷയം. നമ്മൾ ചെയ്യുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ടുള്ള ഇത് ഒരു മാസത്തെ ഒരു 3 കിലോ കുറയുന്ന രീതിയിൽ ഓക്കെയാണ്. അതാണ് ഹെൽത്തി മെത്തേഡ്. അത് 5ഉം 7ഉം 8ഉം 10ഉം കിലോ കുറയുന്നുണ്ട്. ചിലപ്പോൾ നീര് പെട്ടെന്ന് കുറയുമ്പോഴത്തേനും അങ്ങനെ വല്ലാതെ വെയിറ്റ് കുറയുന്ന ആൾക്കാരുണ്ട്. അത് നമ്മൾ ഈ ഡയറ്റ് മാറുമ്പോഴും അവർക്ക് ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ആ ചേഞ്ചസ്, കാരണം ഒരു മാസം കൊണ്ട് 14 കിലോ കുറയുന്ന ആൾക്കാർ വരെയുണ്ട്. അതിനകത്ത് ഭൂരിഭാഗവും നീരായിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ കുറയുന്നത്. അപ്പൊ സ്കിന്നിന്റെ കണ്ടീഷനിൽ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി വെയിറ്റ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പോഷകം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വിറ്റമിൻ ഇ, അതായത് നമ്മളൊരു പച്ച ഗുളിക കണ്ടിട്ടില്ലേ, TVR എന്നൊക്കെ പറഞ്ഞ് വിറ്റമിൻ ഇ വളരെയാണ്. ഇലക്കറികളിലാണ് വിറ്റമിൻ ഇ ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ സിങ്ക്, വിറ്റമിൻ ഇ, ഒമേഗ 3 എന്നൊക്കെ പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ സ്ട്രെച്ച് മാർക്ക് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഗട്ട് ഹെൽത്ത് വളരെ ക്ലിയർ ആയിട്ടിരിക്കണം. കാരണം പലപ്പോഴും ഗട്ടിന്റെ പ്രശ്നം കൊണ്ടോ തൈറോയ്ഡ് പ്രശ്നം കൊണ്ടോ ആണ് ഏറ്റവും കൂടുതൽ സ്കിന്നിന് ഡാമേജ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചെറിയ രീതിയിലൊന്ന് വെയിറ്റ് കൂടുമ്പോഴത്തേനും സ്ട്രെച്ച് മാർക്കുകൾ തുടങ്ങുന്നതാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ജനറ്റിക് ഫാക്ടറിലാണ് നമുക്കിത് വരുന്നതെങ്കിൽ ഒരു പരിധി കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. എന്നാൽ നമുക്ക് പുറത്തുനിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്നത് വയറിന് ചുറ്റുമുള്ള സ്ട്രെച്ച് മാർക്കാണ്. നമുക്ക് എക്സ്പെരിമെന്റ് ആയിട്ട് ഒന്ന് ചെയ്തു നോക്കുക. അതായത് ഫുൾ വയറിന് ഇപ്പുറ സൈഡ് തൊട്ട് ഒരു സൈഡ് തൊട്ട് മറ്റു സൈഡ് വരെ സ്ട്രെച്ച് മാർക്കുകൾ കിടക്കുകയാണ്. അത് പ്രഗ്നൻസി കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു 40 വയസ്സ് 50 വയസ്സൊക്കെ ആവുന്ന സമയങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് കാണുന്നു എന്നുണ്ടെങ്കിൽ എക്സ്പെരിമെന്റ് ആയിട്ടൊന്ന് ചെയ്തു നോക്കുക. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതായത് ആ സ്കിന്നിലേക്ക് കുറച്ച് പോഷകങ്ങൾ നമുക്ക് പുറത്തുനിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഓയിൽ, അതായത് കോക്കനട്ട് ഓയിലാണ് ഏറ്റവും നല്ലത്. കോക്കനട്ട് ഓയിലും ആൽമണ്ട് ഓയിലും ഒലിവ് ഓയിലും, ഈ 3 ഓയിലുകളാണ് ശരിക്കും പറഞ്ഞാൽ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റിയെ ഹെൽപ്പ് ചെയ്യുന്നത്, കൊളാജന്റെ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത്, അതേപോലെ തന്നെ സ്ട്രെച്ച് മാർക്ക് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ വേറൊണ്ട് കാസ്റ്റർ ഓയിൽ, നമ്മുടെ ആവണക്കെണ്ണ. ഈ ഇത്ര എണ്ണകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ എണ്ണകളാണ് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കേണ്ടത്. ഇനി ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഈ പഞ്ചസാര ഉള്ളിലേക്ക് എടുക്കുന്നത് ഒട്ടും നല്ലതല്ല, അതുകൊണ്ട് നല്ലൊരു ഓപ്ഷൻ അല്ല. പക്ഷെ നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇടുക, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, അതിനകത്ത് വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ ഏതോ ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന വെളിച്ചെണ്ണയാണ്, അത് ഇടുക. അതേപോലെ തന്നെ നമുക്ക് ഒരു 5 ഡ്രോപ്പ് നാരങ്ങ നീരിടുക. നമുക്ക് ഈ ഞാൻ പറഞ്ഞില്ലേ ഒരു പച്ച ഗുളിക എന്ന് പറയുന്നത്, വിറ്റമിൻ ഇ എന്ന് പറയുന്നത്, അങ്ങനത്തെ ഒരു 5 ക്യാപ്സുകൾ പൊട്ടിച്ചിടുക. ഇത്ര കോമ്പിനേഷനിൽ നമ്മൾ ഒരു സൈഡ്, അതായത് ഫുൾ അപ്ലൈ, ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞേച്ച് മിനിമം 20 മിനിറ്റ് തൊട്ട് അരമണിക്കൂർ വരെ അത് അവിടെ വെച്ചേച്ച് നോർമലായിട്ട് കഴുകി കളയുക. ഇങ്ങനെയാണ് അത് മെയിനായിട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഡെയിലി അല്ല, ആൾട്ടർനേറ്റ്. ഇന്ന് ചെയ്താൽ നാളെ ഇല്ല, നാളത്തെ കഴിഞ്ഞ് എന്നുള്ളതാണ്. ഇത് കുളിക്കുന്നതിന്റെ മുമ്പാണ് ചെയ്യേണ്ടത്. ഒരു അരമണിക്കൂറാണ് നമ്മളിത് വെക്കേണ്ടത്. ഇനി വെക്കുന്ന സമയത്ത് ഈ പഞ്ചസാര എന്ന് പറയുന്നത് നമുക്ക് തരിതരിയായിട്ടുള്ള ഒരു സാധനമാണ്. പഞ്ചസാര നമ്മളിങ്ങനെ ഒരു ചെറിയൊരു കപ്പിനകത്താണ് ഇതെല്ലാം ഇടേണ്ടത്. എന്നിട്ട് അതിൽ നിന്ന് പഞ്ചസാരയോട് കൂടി എടുത്തേച്ച് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ഫോലിയേഷൻ ഓഫ് ദ സ്കിന്നിന്റെ ഡെഡ് സെല്ലുകൾ കാര്യങ്ങളെല്ലാം പോകും. അവിടെ ചെറിയൊരു റെഡ്നെസ് ഒക്കെ വരും. പക്ഷെ അത് മാക്സിമം പോയാൽ ഒരു 3-4 മിനിറ്റ് മാത്രമേ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചീപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു സിംഗിൾ ഇതല്ല, പല പല ടൈപ്പ് ഇതുണ്ട്. നമ്മളിങ്ങനെ കോം പോലെ ചെയ്യുന്ന ഒരു സംഭവമില്ലേ, അതിനകത്ത് നമ്മൾ ചെറിയ രീതിയിലൊന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ ആ സ്കിന്നിന്റെ മുകളിലേക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഒരു 30 സെക്കൻഡ്സ് അങ്ങനെ ചെയ്യുക. കൈ കൊണ്ട് അപ്ലൈ ചെയ്ത് 2-3 മിനിറ്റ്. അത് കഴിഞ്ഞേച്ച് നമ്മളൊരു ഹാഫ് ആൻ അവർ വിടുക. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ 1 മന്ത് ആണ് നോക്കേണ്ടത്. അത് ആഴ്ചയിൽ 3 ദിവസമാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് എന്തിനാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്യാത്ത ഭാഗത്തിൽ എന്താ വേരിയേഷൻ ഉള്ളത്, ചേഞ്ചസ് ഉള്ളത്, ചെയ്ത ഭാഗത്തിൽ എന്താ ചേഞ്ചസ് ഉള്ളത്. കാരണം ഇത് നമ്മൾ പല രീതിയിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ്. ഒരുപാട് ആൾക്കാരും ഇതിലെ ആ വൈറ്റ് ലൈൻസ്, വൈറ്റ് പാച്ചസ്, ഈ സാധനങ്ങളുടെ എല്ലാം തിക്നെസ് കുറഞ്ഞ് വരുന്നത് വെറും 1 മാസം കൊണ്ട്. 1 മാസം എന്ന് പറയുമ്പോൾ മാക്സിമം
എത്രയാണ് ഒരു 10 പ്രാവശ്യം മാക്സിമം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരു 9 പ്രാവശ്യം കൊണ്ട് നമുക്ക് ആ ഒരു ചേഞ്ചസ് വരും. എന്നിട്ട് ആ ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പറേ അപ്ലൈ ചെയ്യാനുള്ളൂ. പക്ഷെ ഇതെല്ലാം ഒരു 3 മാസത്തെ കാര്യത്തിന്റെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഗ്യാപ്പ് വെച്ചിട്ട്, ഗ്യാപ്പ് എന്ന് പറയുന്നത് മിനിമം ഒരു മാസം തൊട്ട് 2 മാസം വരെ ഗ്യാപ്പ് വെച്ചിട്ട് വേണം നമ്മൾ ഫർദർ ചെയ്യാനായിട്ട്. കാരണം ഇത് പുറത്തുനിന്ന് നമ്മൾ അപ്ലൈ ചെയ്യും, ഉള്ളിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന വിറ്റമിൻ എ നല്ലൊരു ഓപ്ഷനാണ്. വിറ്റമിൻ എ എന്ന് പറയുന്നത് ക്യാരറ്റ് നല്ലതാണ്. അപ്പം റെറ്റിനോയിഡ്സ് എന്നൊക്കെ പറയും. ഈ ചുമന്ന ടൈപ്പ് പഴങ്ങൾ, ഇതൊക്കെ നമുക്ക് ഉള്ളിലേക്ക് എടുക്കുന്നത് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ പോഷകമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയത് വിറ്റമിൻ എ, വിറ്റമിൻ ഇ, ഒമേഗ, സിങ്ക്, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും നമ്മുടെ ഈ ഒരു സ്ട്രെച്ച് മാർക്കിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അപ്പം ഭക്ഷണ രീതിയിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു, അപ്ലൈ ചെയ്യേണ്ട രീതികളും പറഞ്ഞു, സ്ട്രെച്ച് മാർക്ക് മാറാനായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ പറയുന്ന ഏരിയകളിലാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട്, ഇപ്പൊ 2 സൈഡുമാണ് സ്ട്രെച്ച് മാർക്ക്, ഒരു സൈഡ് അപ്ലൈ ചെയ്താൽ മതി, നമുക്ക് ആ മറ്റേ സൈഡ് ചേഞ്ച് മനസ്സിലാണ്. ഇത് അപ്ലൈ ചെയ്തതിന്റെ ഭാഗമായിട്ട് ചേഞ്ചസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ തൊടയുടെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ തൈ ഏരിയ എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ആ ചെറിയ എക്സ്ഫോലിയേഷൻ, അതായത് പഞ്ചസാരയുടെ ഇതും കൂടെ എടുത്തുകൊണ്ട് സ്കിന്നിൽ റബ്ബ് ചെയ്യുമ്പോൾ അവിടുത്തെ ഡെഡ് സെല്ലും പോകുമ്പോൾ പിന്നെയാണ് അതിനകത്ത് ഒരു അബ്സോർപ്ഷൻ നടക്കുന്നത്. അതിനനുസരിച്ചാണ് ആ ബെനിഫിറ്റ് കിട്ടുന്നത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അത് മറ്റാൾക്കാർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ ആയി വരും. അപ്പൊ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.